ജോഫർ ജോലി മൂലിയില്ലാത്ത വീട്ടിലിരുന്ന് തലപുകച്ച് സീരിയൽ കാണുന്ന മമ്മിക്ക് കുറച്ച് വീട്ടിലിരുന്ന് സമയം കളയാതെ നല്ല പണിക്കുള്ള നേരെ കൂടെ കൊച്ചിനെ സീരിയൽ കണ്ട് ഉള്ള തലച്ചോറിനെയും കൂടെ കേടുവരുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അങ്ങനെയും കൂടെ പറഞ്ഞു. ഞാനേ വീട്ടിൽ ഇരുന്നോണ്ടാ പൊന്നുമക്കളെ പൊന്നുപോലെ അങ്ങ് നോക്കി തന്നത്. അല്ലെങ്കിൽ നീയൊക്കെ നക്കി തിന്നക്കാലി പിടിക്കുമായിരുന്നു. മമ്മി മമ്മി പറഞ്ഞ് പിന്നാലെ വരുമായിരുന്നു. എന്റെ തെറ്റാ. ഇങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. 2 ദിവസം നാളെ കൂടെ കഴിഞ്ഞ എനിക്ക് ഞാൻ തുടരെ വന്ന് മമ്മിയെ കുത്താൻ പറ്റുമോ? ഇല്ല, എന്റെ എന്റർടൈൻമെന്റ് പോയി. അപ്പൊ പറ്റുന്നത്രയും സമയം മമ്മിയെ കുത്തുക എന്നുള്ളതല്ലേ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതും ഇപ്പഴാണെങ്കിൽ മമ്മി കേട്ടോണ്ട് നിൽക്കും. വീട്ടിലാണെങ്കിൽ എന്നെ ചെറുപ്പത്തില്ലേ, അതുകൊണ്ട് ഞാൻ കുത്തും. ആ ഇനി അതിനും കുത്ത്. കുത്തി എന്റെ ചാവടിയന്ത്രം വരെ നീ ആക്കി തരുമല്ലോ. എന്തുവാ കുക്കു, സന്തോഷിക്കുന്ന സമയം കൂടെ മനുഷ്യനെ ഇട്ട് വട്ടം ചുറ്റിക്കപ്പെണ്. കുട്ടികളെ നിനക്കിനി മാറിയിട്ടില്ലല്ലോ. ഇത് നാളെ കിട്ടി നടക്കണമെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ആന്റി, അതവള് ചുമ്മാ പറഞ്ഞതാ. അല്ല കുക്കു, കുക്കു എന്റെ കൂടെ ഒന്ന് വന്നേ. എനിക്കൊരു ചെറിയ സാധനം തരാനുണ്ട്. സാരല്ല കുക്കു, ചെല്ല്. ഏട്ടനല്ലേ വിളിക്കുന്നേ. പാവത്തിന്റെ വിധി. എന്റെ വിധി വേറൊന്ന് പറയാം, ദുർവിധി. മമ്മിയെ ഞാൻ സന്തോഷിക്കാതെ മകന്റെ കൂടെ ഏർപ്പെടുന്ന പ്രൂവ് ചെയ്തല്ലേ എനിക്ക് ആ ചാവി തരത്തുള്ളൂ. എന്റെ ജോയെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്യണം. നാവിനാണെങ്കിൽ പണ്ടാരം പിടിക്കാൻ ലൈസൻസും ഇല്ലാതെ ഇനി ഞാൻ ഈ കാലിൽ വീണ് എന്തൊക്കെ അനുഭവിക്കണോ എന്തോ. എന്റെ കുഞ്ഞു കുക്കുമോളെ, അതിബുദ്ധി കാണിക്കരുതെന്നോ ജോയെ ആലോചിക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ പരിധി വിട്ടു പോവുകയാണ് നിന്റെ പ്രവൃത്തികളെങ്കിൽ ഇച്ചായന്റെ വേറൊരു മുഖം കുഞ്ഞുമോള് കാണേണ്ടി വരും. അനിയത്തിക്കുട്ടി അത് താങ്ങില്ല. കിളി കൂന്നോലെ പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. കൈവിട്ട് കളിച്ച അതേപോലെ ഞാനും കൈവിട്ടൊന്ന് കളിക്കും. പിന്നെ 10 മാസം കഴിഞ്ഞ് എന്റെ പൊന്നുമോളൊന്ന് ഫ്രീ ആവത്തുള്ളു. എല്ലാം പറഞ്ഞതുപോലെ ഒന്നും മറക്കണ്ട. മറന്ന എനിക്കല്ല കുഴപ്പം, നിനക്ക് മാത്രമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ ചെയ്തു തീർക്കുക. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. Ring. This is an official and unofficial revealing for Mrs. Ivan Verma. This is for you, my darling. നീ പോലും അറിയാതെ നിനക്ക് ഞാൻ എൻ്റെ ഭാര്യ എന്നുള്ള പരമാധികാരം ആദ്യം തരുന്നു. ഇനി അതിൻ്റെ പൂർണ്ണ അവകാശത്തിന്റെ ഭാഗമായി നാളെ ഒരു താലി കൂടെ ആ കഴുത്തിലേറും. അത് തടയാൻ നിന്റെ ജോയല്ല, തന്തപ്പടി വിചാരിച്ചാലും സാധിക്കില്ല. നിനക്ക് മുമ്പിൽ വെച്ച് ഞാൻ ഈ മോതിരം ഈ മനുഷ്യന്റെ കയ്യിൽ ചാർത്തുന്നേ. എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. പക്ഷെ പ്രണയം അത് അന്ധകാരമായ ഒരു വികാരമാണ്. അതിനെ മാറ്റാൻ പറ്റുന്നില്ല മനസ്സിനെ കൊണ്ട്. ഒരുത്തനെ ആഗ്രഹിച്ച് മറ്റൊരുത്തിന് മുമ്പേ അടിയറവ് വെക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് എന്നേക്കാൾ നന്നായി നിനക്കറിയാവുന്നതല്ലേ. രാധയെ സ്നേഹിച്ച് രുക്മിണിയെ കല്യാണം കഴിക്കേണ്ടി വന്നില്ലേ നിനക്ക്? അതുപോലെ എന്റെ മനസ്സ് ഭയപ്പെടുന്നു. ജോയെ സ്നേഹിച്ച് യുവാനേട്ടനെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന്. നാളെ അഗ്നി സാക്ഷിയായി ഏറുന്ന താലി ഉപേക്ഷിക്കണോ അതോ കഴുത്തി ചൂടണമെന്നുള്ള മരണപ്രായത്തിലുള്ള
തീരുമാനമെടുക്കാൻ മനസ്സ് പറയുന്നു. ഓരോ നിമിഷവും ജോലിയോടുള്ള വിശ്വാസം ഒരു തരി കുറയുന്നില്ല. പക്ഷെ എന്റെ മനസ്സ് എന്നെ തന്നെ ചഞ്ചലമാക്കുന്നതും ധൈര്യം കുറയുന്നതും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചെയ്യുന്നത് തെറ്റോ ശരിയോ, നീ എന്റെ കൂടെ ഉണ്ടായാൽ മതി. എത്ര ക്രൂരനാണെങ്കിലും അദ്ദേഹം ഒരു തെറ്റും ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അത് ആരോടും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ജീവിതത്തിൽ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് വേദനിക്കേണ്ടി വരും ഇവാനേട്ടാ. അത് ഇപ്പോഴല്ല, വൈകാതെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് ഞാൻ കൂടെ വന്നു കഴിഞ്ഞാൽ കൂടും, അതെനിക്ക് ഉറപ്പാ. എന്തിനാണ് ഇവള് ഈ കിടന്ന് ആഞ്ഞു പ്രാർത്ഥിക്കുന്നേ? എന്റെ പൊന്നു കൃഷ്ണ, അവള് ജോയിക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അവൻ ഗതി പിടിക്കാതെ ഇടുത്തി വീഴിച്ചാവാനായിട്ട് നീ എന്തേലും ഒരു വഴി കണ്ടുപിടിച്ചേർന്നു. എനിക്ക് അത്രയ്ക്ക് ശല്യം അവനെ കുറിച്ച്. അവനെ പോലെയുള്ള ശ്രീരാമന്മാര് കാരണം, ശ്രീരാമചന്ദ്രന്മാര് കാരണം ഞങ്ങളെപ്പോഴും രാവണന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഗതിയാ. ഞാനൊരു തവണ ശ്രീരാമചന്ദ്രനായപ്പോ നീ ജീവനെടുത്തു ഒരുത്തിയുടെ. ഇപ്പൊ രാവണന്റെ വേഷത്തിൽ നിൽക്കുന്നേ. കുക്കുവിന്റെ മനസ്സിൽ ഞാൻ തന്നെ രാവണനാ. നിനക്കറിയാലോ പ്രണയം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന. ഇനിയിപ്പോ ഗതി കെട്ടുപോയി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വെറുതെ എന്തിനാ രാമന്മാർക്ക് സീതയെ കെട്ടിച്ചു കൊടുക്കുന്നേ? അവന്മാർ ഉപേക്ഷിക്കത്തുള്ളൂ. ഞങ്ങള് രാവണന്മാരെ അന്തസ്സായി പോറ്റിക്കൊള്ളാന്നേ. അങ്ങ് തന്നേക്കാം മുതലിനെ. ഞാൻ പൊന്നോളി നോക്കാം. മിസ്റ്റർ ഉണ്ണിക്കണ്ണൻ, എനിക്ക് അങ്ങയോട് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളൂ. വളരെ ചെറിയ ആഗ്രഹം. എനിക്ക് ജസ്റ്റ് 5 കുഞ്ഞുങ്ങൾ, 5 കുഞ്ഞുങ്ങൾ, കുഞ്ഞു കോഴികൾ. അതെ, എന്റെ വർഗമുണ്ടല്ലോ, അതുണ്ടാക്കാനുള്ള കഴിവ് മാത്രം നീ തന്നാൽ മതി. ഐ മീൻ അതില്ല, യോജിച്ച് സമ്മതിപ്പിക്കണം നീ. ആ സമ്മതം മാത്രം നീ വാങ്ങിച്ചാൽ മതി. പിന്നേക്കാ ഞാൻ നോക്കിക്കോളാം. എനിക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടെന്നേ. ഞാൻ എല്ലാം സെറ്റാക്കി തരാം. അതിന് നീ അവളെ സമ്മതിപ്പിക്കണം. കണ്ണ, എന്റെ മംഗല്യത്തെ നീ രക്ഷിക്കണം. നാളെ ഇതേ സന്നിധി, ഇതേ തിരുനടയിൽ ഈ കഴുത്തിൽ താലി ഏറേണ്ടതാ. ആ താലി കെട്ടുന്നവന്റെ ആയുസിന് ഒരു കുഴപ്പവും വരാതെ നീ സംരക്ഷിച്ചു കൊള്ളണം. ജീവിതത്തിൽ ഒരുപാട് കള്ളം പറയേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ശാപവും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ജീവൻ പോയതിനു ശേഷം മാത്രമേ ജീവനേട്ടന്റെ ജീവൻ പോകാൻ പറ്റൂ. എനിക്ക് അങ്ങേരില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. എന്റെ കുക്കുവിനെയും നീ രക്ഷിക്കണം. ഈ തിരുനടയില് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് കണ്ണ് നിറയാൻ പറ്റാത്തതുകൊണ്ടാ കണ്ണ് നിറയിക്കാതെ പ്രാർത്ഥിക്കുന്നത്. മനം ഉരുകുന്നുണ്ട്, അല്ലെങ്കിൽ ഉരുകി ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ. എന്റെ കണ്ണ് നിറയാതെ ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ ഈ തിരുനടയിൽ വന്ന് കണ്ണ് നിറയാതെ ഞാൻ പ്രാർത്ഥിച്ച ദിവസം? അതുകൊണ്ടാ പറയുന്നത്, കുക്കും കൂടെ നാളെ താലി ചെയ്യുമ്പോൾ അവളുടെ ജീവിതം കൂടെ സന്തോഷവും സുഗമവുമായിരിക്കണം എന്ന് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. എൻ്റെ പൊന്നു കണ്ണ, സീക്രട്ടായിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതെ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ ശിവനും പാർവതിയും? അതുപോലെ ഞാനും വന്നെ. ഇപ്പോൾ അങ്ങനെ ഒരുപാട് ശപിച്ച് കൊണ്ടുവരുവാണെങ്കിൽ ചാവില്ല, ചത്തു എന്ന് പറഞ്ഞ് അവസാനം കൈവിട്ടു പോയി മുതലേന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തിരിച്ചു കിട്ടിയത്. പ്ലീസ് ചതിക്കരുതെന്നെ. എനിക്കതല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് 2 ജീവൻ എടുക്കാതെ എൻ്റെയും പെണ്ണേരി കല്യാണം നടക്കാൻ എനിക്ക് നീ ശക്തി തരണം, ഒന്നാമത്. പിന്നെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാനും നീ എന്നെ അനുവദിക്കണം. എല്ലാ കാര്യങ്ങളും സെറ്റാണെങ്കിലും എന്നാലും നിന്റെ ഒരു അനുഗ്രഹം അത് എൻ്റെ കൂടെ ഉണ്ടാവണം. അത്രേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ഇതുവരെ ഈ തിരുനടയ്ക്ക് വന്ന് എനിക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഇതുവരെ ഇങ്ങോട്ടേക്ക് കയറേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ തികച്ചും ഒരു ശക്തി ഇല്ലാത്തവനായി മാറി. ഞാൻ നാളെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച്, ഒരുത്തൻ്റെ ജീവിതം കൂടെ നശിപ്പിച്ച്, ഇഷ്ടമുള്ള പെണ്ണിനെ സ്വന്തമാക്കാൻ നോക്കുന്നത് അത്യാർത്ഥിയാണോ സ്വാർത്ഥതയാണോ എന്ന് എനിക്കറിയില്ല കണ്ണ. പക്ഷെ ഒന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, മൈകയുടെ അടുത്തുള്ള ജീവിതത്തിൽ എൻ്റെ മരണം അത് നീക്കി തന്നെ തരണം. എപ്പോൾ മരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ മരണം കൺമുമ്പിൽ നിൽക്കുമ്പോൾ പോലും അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരാഗ്രഹം അതെനിക്ക് നടത്തി കൊടുക്കണം. ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ജീവനുകൾ എടുത്തിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയായി നീ എന്ത് വേണമെങ്കിലും തന്നു. പക്ഷേ ഞങ്ങളെ തമ്മിൽ പിരിക്കരുത്. അവളെ
എൻ്റെ ഭാര്യയെ പൊന്നുപോലെ നോക്കാൻ എനിക്ക് നീ ശക്തി തരണം. ഹലോ മിസ്റ്റർ ലിറ്റിൽ കണ്ണൻ. അതെ, ഞാൻ ഇവിടെ അധികം നിന്ന് ശീലമില്ല, അതുകൊണ്ട് പ്രവർത്തനശീലങ്ങളൊക്കെ ഒന്ന് മറന്നു പോയിട്ടുണ്ട്. സാരമില്ല, നമുക്ക് മോടി പിടിപ്പിച്ചെടുക്കാം. അതെ, എനിക്കറിയാമല്ലോ, എന്ത് ചോദിച്ചോട്ടെ, ഞാൻ കെട്ടാമെന്ന ചെറുക്കൻ ഇത്രയ്ക്ക് മുന്നേറിയണമെന്ന് കണ്ണിന് വല്ല നിർബന്ധമുണ്ടോ? ഒട്ടും റൊമാൻറ്റിക്കാണെന്നേ. എന്ത് പറഞ്ഞാലും അവൻ ആശുപത്രി പോകണം, അവൻ്റെ പേഷ്യൻസിനെ നോക്കണം. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, ആ പേഷ്യൻസിനുള്ള പരിഗണന അല്പമെങ്കിലും എനിക്കിച്ചിരി തന്നൂടെ? ഒന്നുണ്ടെങ്കിലും ഞാൻ ഭാവി ഭാര്യ എന്നുള്ള പരിഗണന വേണ്ടേ? അതൊന്നുമില്ല, ഞാനെന്നൊരാളില്ല എന്നുള്ള അവൻ്റെ വിചാരം, അതൊന്ന് മാറ്റി തരണം പ്ലീസ്. അല്ലെങ്കിൽ മൊരട്ടത്തരം മാറ്റാനുള്ള വഴി നീ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാലും മതി. എങ്ങനെ ഇല്ലാത്ത അതായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അപ്പോൾ എനിവേ അത്രേ പറയുന്നുള്ളൂ. എന്തായാലും എന്നെ ഹാപ്പിയാക്കി ഇരുത്താൻ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എങ്ങനെ മൂരത്തരം അതിനിട്ട് നല്ലൊരു ഓങ്ങി അടി കൊടുക്കണേ പ്ലീസ്, സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ കൃഷ്ണ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ ജീവിതകാലം മുഴുവൻ ചുമക്കാനായിട്ട് പോകുന്നത് ഒരു പൊട്ടത്തരം മാത്രം വിളിച്ചു പറയുന്ന ഒരു സാധനത്തിനെയാണെന്നുള്ള യാതൊരു പരിഭവവും എനിക്കില്ല. കാരണം കെട്ടിക്കൊള്ളാമെന്ന് വാക്ക് കൊടുത്തുപോയി. അതുപോലെ തന്നെ വിശ്വസിച്ച് വരുന്ന പെണ്ണിനെ പൊന്നുപോലെ നോക്കാനുള്ള ആരോഗ്യവും മനസ്സും അതിനെ സഹിക്കാനുള്ള സർഗശേഷിയും സമാധാനവും എല്ലാം നീ എനിക്ക് തരണം. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള എല്ലാ പേഷ്യൻസും നല്ലവണ്ണം ആരോഗ്യസമ്പന്നരായി തിരിച്ചു വരാനും നീ അനുഗ്രഹിക്കണം. എൻ്റെ കുടുംബത്തിനും എപ്പോഴും സമാധാനം ഉണ്ടാവണം. എനിക്കൊന്നേ പ്രാർത്ഥിക്കാനും പറയാനും ഉള്ളൂ. ലോകാസമസ്ത സുഖിയോ ഭവന്തു. ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും സുഖവും സന്തോഷവുമായിരിക്കണം. ആ കൂട്ടത്തിൽ ഞാനും എൻ്റെ കുടുംബവും സ്പെഷ്യലൈസ്ഡായി ഒന്ന് പരിഗണിച്ചാൽ വളരെ നല്ലത്. എൻ്റെ പൊന്നു കണ്ണ, ഒരുപാട് പെമ്പിള്ളാരോട് ഒരുപാട് നറുകേട് ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇവളോട് കാണിച്ചിട്ടില്ല. അത്രയ്ക്കിഷ്ടം എനിക്കവളെ. ആഗ്രഹിച്ച് കെട്ടുന്ന പെണ്ണ, കൂടെ തന്നെ ഉണ്ടാവണേ. ഒരുപാട് പയ്യന്മാർ പുറകെ നടക്കുന്നുണ്ട്. ഒന്നും കുത്തിക്കൊണ്ടു പോവാതെ എനിക്കെന്നെ തിരിച്ചേൽപ്പിക്കണേ. പിന്നെ ഒരുപാട് കൊള്ളരുതായ്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാമുള്ള ക്ഷമ നീ എനിക്ക് നൽകണം. ആ കുട്ടിപ്പിശാചിനെ ഞാൻ അങ്ങ് എടുക്കുക, അത് തന്നേ പറ്റൂ. അതിന് നിൻ്റെ അനുഗ്രഹം അത് എൻ്റെ കൂടെ എക്കാലവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പണ്ടേ ദൈവവിശ്വാസമല്ല കൃഷ്ണ, പക്ഷേ ഒന്നേ പറയാനുള്ളൂ. കാരണം ഞങ്ങളൊക്കെ താഴ്ന്നെത്തിക്കിടുമ്പോഴും ഒരു ദൈവം തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഏട്ടൻ എന്തായാലും അവളെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്കും ആ കുടുംബത്തിലുള്ളവരെ തന്നെ ഭയങ്കര ഇഷ്ടം. അവരെന്ത് വേണേലും ചെയ്തോട്ടെ. ഇത്തുവിനെ കെട്ടിയതിനു ശേഷം രണ്ട് കുടുംബവും രണ്ടാക്കണം. ശങ്കറും വർമ്മയും എന്നേക്കായി തെറ്റി പിരിയണം. അതിനുശേഷം ഇവാനേട്ടന്റെ ജീവിതം തകർക്കണം. അയാളുടെ ഏറ്റവും വലിയ അഹങ്കാരമാണ് മൂത്തപുത്രൻ. അങ്ങേരെ തകർക്കുക എന്നുള്ളത് എൻ്റെ ആജന്മ ലക്ഷ്യം. അങ്ങേരെ ഞാൻ നോക്കിയത്, പക്ഷെ കിട്ടിയത് ഇതുവാ. എന്തായാലും ഉള്ളത് വെച്ചടങ്ങാം. നാളെ കെട്ട് കഴിഞ്ഞ ഉടൻ എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി അവരെ തകർക്കാനുള്ള എല്ലാ പോംവഴികളും നീ തന്നെ കാണിച്ചു തരണം. പറ്റുമെങ്കിൽ അവരെ നീ സംരക്ഷിക്കേ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവൾ എൻ്റെ ഇതുമോനെ ടിക്ഷ അണ്ണാട്ട വരപ്പിക്കാനുള്ള പരിപാടിയാ. പക്ഷെ നീ സൂക്ഷിക്കണം, അവൻ തിരിച്ചു നിന്നെ വരപ്പിക്കും. എന്തായാലും എൻ്റെ കണ്ണ, എനിക്കൊന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. നാളെ വിവാഹിതരാകാൻ പോകുന്ന എല്ലാ എൻ്റെ കൊച്ചുമക്കളും സന്തോഷവും മംഗല്യഭാഗ്യവും 100 ജന്മങ്ങളിലും 100 വർഷങ്ങളും ഒരുപാട് ആയുസോടുകൂടെ തൻ്റെ പങ്കാളികളോടൊത്ത് സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കാൻ നീ അനുഗ്രഹിച്ചാൽ മാത്രം മതി. അത് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. അതെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. മുത്തശ്ശിയുടെ പാവം മകളായ ജിനിമമ്മിയെ ജിനേന്റെ ജോണി പപ്പയ്ക്ക് കല്യാണം കഴിച്ചു കൊടുത്തേ? ഞാനായിട്ട് ഏടിപ്പിച്ചതൊന്നുമല്ല, വാശി പിടിച്ച് നിന്റെ ജോണി പപ്പയാ, ജോണിയങ്കളാ. അപ്പം നേടിയെടുത്തതാ എന്റെ പൊന്നുമോളെ. അതെ, നിനക്കൊരു കാര്യം അറിയോ? നീ ഇപ്പൊ കെട്ടാൻ പോകുന്നതുകൊണ്ടല്ലേ നീ ഇപ്പൊ ജോണങ്കിളിനെയും ജിനിയാന്റിനെയും ഒക്കെ പപ്പയും മമ്മിയാക്കി വിളിക്കുന്നേ. പണ്ട് എന്റെ ജിനിമോളുടെ പുറകെ ഈ ജോൺ ഉണ്ടല്ലോ, ആ പൊട്ടൻ 24 മണിക്കൂറും പുറകെ നമ്മൾ വളക്കി വരുന്നു. അപ്പൊ മറ്റേ നിന്റെ അമ്മമ്മയുണ്ടല്ലോ, അമ്മയുടെ അമ്മ മുത്തശ്ശി, ആ തള്ളക്കാണെങ്കിൽ 500 600 പവനിട്ട് കെട്ടിച്ചു തന്നാലേ മോളെ ഞങ്ങൾ എടുക്കത്തുള്ളൂ എന്ന്. എനിക്ക് ആകെപ്പാടെ ഉള്ളൊരു മോനാണെന്ന്.
ഞാൻ പറഞ്ഞു എനിക്കൊരു നിർബന്ധമില്ല എൻ്റെ കൊച്ചിന് നിങ്ങളുടെ പുത്രം കെട്ടണമെന്ന്, അവൾക്കും ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ടാന്ന് ഞാനങ്ങ് മുഖത്ത് നോക്കി പറഞ്ഞേ. അപ്പോൾ നിന്റെ മുത്തശ്ശനാ പറഞ്ഞേ, ഇത്രയ്ക്ക് നിർബന്ധവും അഹങ്കാരവും ഉള്ളവരുടെ വീട്ടിൽ പെൺമക്കളെ വിട്ടാൽ ശരിയാവത്തില്ല, അവരനുഭവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങ് വേണ്ടാന്ന് വെച്ചു. പിന്നെ നിന്റെ തന്തപ്പടി ഒരുപാട് പറഞ്ഞു നിന്റെ മുത്തശ്ശനെയൊക്കെ കൺവിൻസ് ചെയ്ത് എൻ്റെ അടുത്തും കുറേ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങള് കുറച്ച് സ്വത്തൊക്കെ വിറ്റിട്ടാ കെട്ടിപ്പിടിച്ച് അയച്ചേ. അത് പോരാണ്ട് അവിടെ എന്താ സംഭവിച്ചേ, ഇവരുടെ കെട്ട് കഴിഞ്ഞതും ശങ്കറിനോട് നിന്റെ മമ്മിക്കില്ലേ മുഴുത്ത പ്രേമം. എന്തു പറയാനാ, പ്രഭാവതി അതങ്ങനെ സമ്മതിച്ചു തരുമോ? അവർ വലിയ തറവാടും നമ്മൾ പിച്ചക്കാരന്മാരുമാണെന്നല്ലോ. അവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കാശ് കുറവാണെങ്കിലും എന്നൊരു അന്തസ്സിന് വല്ല കുറവുണ്ടോ? അവരൊരു മോശപ്പെട്ട സ്ത്രീയാ. എന്തു പറയാനാ, അച്ഛനില്ലാതെയാണ് ഞാൻ 2 മക്കളെ വളർത്തി പൊന്നുപോലെ നോക്കുന്നത്. വലിയവരാ ഞങ്ങളെന്നുള്ള അഹങ്കാരത്തിൽ കുളിച്ച് നിൽക്കുന്നവരെ. അവരുടെ മോളെ 500-600 പവനിട്ട് കെട്ടിച്ചു നിന്റെ മമ്മിയെ. ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ പിന്നെ പറഞ്ഞു നമുക്ക് സ്വത്തും സ്വർണ്ണമൊന്നും വേണ്ട മോളെ, അതൊക്കെ നിന്റെ മമ്മിക്ക് അഴിച്ചു കൊടുത്തേക്ക്, അമ്മയ്ക്ക് അഴിച്ചു കൊടുത്തേക്ക്. ഞാൻ കൂലിപ്പണിക്ക് പോയിട്ടാലും മോളെ പൊന്നുമോളെ നോക്കാം, ഞങ്ങൾക്ക് മോളെ മാത്രം മതി കേട്ടോ. അങ്ങനെ പറഞ്ഞു. ആദ്യം ഇപ്പോഴത്തെ പോലെ മമ്മാസുകളായിരുന്നു മോള്. പിന്നെ അവളെ സ്വത്തൊക്കെ അഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ശങ്കരേട്ടനെ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ പിന്നെ എൻ്റെ വാക്ക് വിശ്വസിച്ചല്ലേ അവൾ അങ്ങനെ ചെയ്തത്. എനിക്ക് കൈവിടാൻ പറ്റുമോ? എനിക്ക് എന്തായാലും നിന്റെ ജിനിയാൻ്റിയേക്കാൾ ഇഷ്ടം, എൻ്റെ പെറ്റമോളേക്കാൾ ഇഷ്ടം മരുമോളോട് തന്നെ. ഞാൻ പറഞ്ഞത് അവളല്ലേ കേട്ടുള്ളൂ. അതിനുശേഷം ശങ്കറെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മരുമോളെ വിഷമിപ്പിക്കരുത്, അവനവൻ വിഷമിപ്പിച്ചാലോ അല്ലേ. ഇപ്പോഴും പപ്പ തന്നെ ചെയ്യുന്നേ. പപ്പയ്ക്ക് ഭാര്യ എന്റെ മക്കളെ ഇറക്കാൻ ആവശ്യമുള്ളന്നേ. എന്റെ ഒരു വിധി. അതിനിപ്പോ എന്താ കുറവ്? നിന്റെ മമ്മിയാവും പൊന്നുപോലെയല്ലേ നോക്കുന്നത്. നിന്റെ ജനിമമ്മേ എന്നെപ്പോലെ ഒരു അമ്മായിമ്മയായിരിക്കും ആവാൻ പോകുന്നത്. അവളെ നീ ജനിച്ച കുഞ്ഞിലേ മുതൽ പറയാൻ തുടങ്ങിയതാ അവൾക്ക് ഇവാൻ മോനെ കെട്ടിച്ചു കൊടുക്കാൻ നിന്ന് തരണമെന്ന്. പക്ഷെ അവസാനം നിങ്ങൾ തമ്മിൽ തന്നെ സമ്മതിച്ചില്ലേ? അതുകൊണ്ട് അവൾക്ക് നിന്നോടൊരു പ്രത്യേക ഇഷ്ടം കാണും. അതെ, മുതലാക്കൊന്നും വേണ്ട, പഞ്ചപാവ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും. മോളെ പറഞ്ഞപ്പോൾ അങ്ങോട്ട് സഹിക്കുന്നില്ല കുട്ടിക്ക് അല്ലേ? നോക്കത്തില്ലയോ? അല്ലെങ്കിൽ ഞാനൊരു 10 മാസം ചുമന്ന് പ്രസവിച്ചതല്ലേ, എന്റെ ചോരയില്ലേ, ഞാൻ വളർത്തി പോണോക്കെ അവൾക്ക് കാണാതിരിക്കോ? അല്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോള് എനിക്കിഷ്ടം തന്നെയാ. എത്രയൊക്കെ ഇഷ്ടം കുറവാണെങ്കിലും അവളോട് ഇഷ്ടമുണ്ട്. എന്താണ് അമ്മയും കൊച്ചുമോളും തമ്മിൽ ഇത്രയ്ക്ക് വലിയൊരു സംസാരം? അതെ, എന്തൊക്കെ പറഞ്ഞാലും മമ്മിക്ക് മരുമോള് വേണ്ട എന്നോട് സ്നേഹമുള്ളതെന്ന് എനിക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും എന്റെ മമ്മിക്ക് നിന്റെ മമ്മിയോടാ കുറച്ച് അധികം സ്നേഹം. അതിലെനിക്ക് ഇച്ചിരി അസൂയ ഉണ്ടെന്ന് വെച്ചോ. കുക്കു, ഇതാ ചാവി നീ ചോദിച്ചത്. ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ തന്നത്, വൈകുന്നേരം വരെ നിർത്താത്തെ. ജൂണേട്ടനും ഇവാനും ഒന്നും അറിയരുത്, കഴിഞ്ഞ അറിയാലോ. എന്റെ പൊന്നു ജിനിമമ്മിയുടെ സേഫ്റ്റി, ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. അതെ, എന്റെ പാരന്റ്സോ വേറെ ആര് ചോദിച്ചാലും പറഞ്ഞേക്കും ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാണ്. ഇവാനായിട്ടും ചോദിച്ചാൽ സത്യം പറഞ്ഞേക്കും, കാരണം ഏൽക്കത്തില്ല, വിശ്വസിക്കത്തില്ലെന്നേ. അതുകൊണ്ട് ആയിക്കോട്ടെ, നിന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ വിടുന്നേ. ഇനി എന്തായാലും ഞാൻ എന്റെ മമ്മിയും കുറച്ച് സോളാട്ടെ. അല്ല മച്ചി, നമ്മൾ എത്ര കാലം എങ്ങനെയൊക്കെ മീണ്ടും പറഞ്ഞിരുന്നട്ടെ, എന്നോടുള്ള ദേഷ്യം ഇപ്പൊ കുറഞ്ഞിരിക്കല്ലേ? അതെ, നീ എന്നാ കേട്ടോ. ശരി എന്നാ പിന്നെ. അങ്ങനെ കുക്കി കാർ ഓടിച്ച് ആ ഗോഡൌണിലെത്തുന്ന വീഡിയോ ഇടണേ. എടുത്തു ചാടുകയാണെന്നറിയാൻ ഞാൻ, പക്ഷെ ഇവാനേട്ടന്റെ വാക്ക് എനിക്ക് വിശ്വസിക്കണമെങ്കിലും അതിന് കുറച്ച് ലിമിറ്റൊക്കെ ഉണ്ട്. നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ബാക്ക് ഡോർ വഴിക്കാറാ. ജോയൽ സാറേ, സാർ ഇതൊന്നും കണ്ടേ? എടച്ചെറുക്ക, നിന്റെ കുക്കു, അയ്യോ അവൾ എനിക്ക് കുക്കു, നിനക്കും മാക്രി. നിന്റെ മാക്രി അവളുടെ പ്രതിസുത വരുന്ന ഇന്നിട്ട് തന്ന മോതിരം നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? നാളെ ഇതേ സമയത്ത് അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. അല്ല, അന്ന് നീ പുറത്തിറങ്ങിയാലും മതിയല്ലോ. എന്താടാ നായെ നോക്കുന്നേ? ഇപ്പൊ നിനക്ക് ചലിക്കാൻ തോന്നുന്നില്ലേ? കുറെ ദിവസം ചലച്ചതല്ലേ, മതിയായിട്ടുണ്ടാവും. താൻ എന്തുവാടെ എന്നെ കുറിച്ച് വിചാരിച്ചേ? താൻ 4 തല്ലുതല്ലിയിരിക്കും, 4 കൊട്ടുകൂട്ടുമായിരിക്കും, വേണ്ടി വന്നാൽ എന്നെ ഒന്ന് ചോര തുപ്പിക്കും. അതിനപ്പുറം താൻ ഒന്നും എന്നെ ചെയ്യാനായിട്ട് പോകുന്നില്ല. അതെ, തൻ്റെ കയ്യിൽ ഈ അഹങ്കാരത്തിൻ്റെ ചിഹ്നമായിരിക്കുന്ന മോതിരം അതവൾ അത്രയും വെറുപ്പും വൈരാഗ്യവും അറപ്പോടെ ഇട്ടതായിരിക്കും. പക്ഷേ നാളെ ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടാൻ പോകുന്ന താലി അതവൾ ഈ കൂടി ഈശ്വര ദേവന്മാരെ മനസ്സിൽ ആനന്ദത്തോടെ വാഴ്ത്തിപ്പാടി സ്വീകരിക്കുന്ന താലിയായിരിക്കും. തനിക്ക് സംശയമുണ്ട് ആ കാര്യത്തിൽ?
താൻ എന്തായാലും നാളെ എന്നെ പുറത്തിറക്കും. ഒരു സെക്കൻഡിന് മുമ്പ് ഞാൻ കുക്കുവിൻ്റെ അടുത്ത് എത്തിയിരിക്കും. അല്ല, മാക്രിയുടെ അടുത്തെത്തും. പിന്നെ ഈ മോതിരം അവളും ഞാനും തനിക്ക് തരുന്നത് ഭാവിയിൽ എൻ്റെ മാക്രിയെ, അതായത് തൻ്റെ കുക്കുവിനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വേദനയിലും അവളെ ഓർക്കാനുമായിട്ടുള്ള ഒരു വെറും മുതൽ. അതിനപ്പുറം എനിക്കിതിനോട് മറ്റൊന്നുമില്ല. തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ താനങ്ങ് ഒലത്ത് ഞാനൊന്ന് കാണട്ടെ. നിനക്ക് നാളെ കെട്ടാൻ പറ്റുമോ ഇല്ലയോന്ന്? ബോസ് വേണ്ട ബോസ്, പെട്ടെന്ന്. ഈ കണ്ണി കണ്ട നായൊക്കെ ചെളിക്കുന്നതും കേട്ട് ഞാൻ എന്റെ പെണ്ണിനെയും വിട്ടുകൊടുക്കാന്ന് പറഞ്ഞ് അവന്റെ മുമ്പിൽ മുട്ടുകൊത്തി തലയും കൊണിച്ച് നിന്നു കൊടുക്കണ്ടായിരിക്കും. അത്രയ്ക്ക് മാത്രം ഇവാൻ വർമ്മ അതമ്പതിച്ചിട്ടില്ലടാ. ബോസ് പ്ലീസ് ബോസ്, അങ്ങനെയല്ല ഇവൻ ഉദ്ദേശിച്ചത്. മാറ് ബോസ്, ചീത്ത പറയരുത്, പെട്ടെന്ന് നോക്കുകയും ചെയ്യരുത്. വിൻഡോൻ്റെ അവിടെ ഇമാശങ്കർ മാം വന്നിട്ടുണ്ട്. മാം ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ബോസ്, നമ്മുടെ പ്ലാനൊക്കെ പുറത്ത് പറഞ്ഞാൽ മാം എന്തായാലും വയലൻ്റ് ആവും. ഇന്ന് തന്നെ മാം അറിയാതെ ഇരിക്കുന്നതല്ലേ സാർ ബോസ് നല്ലത്. അതുകൊണ്ടാണ് ഇവനിപ്പോൾ അങ്ങനെ പറയാൻ പോയത്. ബോസ്, ഞങ്ങൾ മാമിനെ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യാനായിട്ട് നോക്കാം. ബോസ് ഇപ്പോൾ മാമിനെ കൂൾ ചെയ്യുന്ന പോലെ, മാമിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ എന്തെങ്കിലും പറയും. നീ എന്റെ പരിമിതികളെയും കൺട്രോളിനെയും ഒക്കെ തെറ്റിക്കുന്നുണ്ട്. അതിബുദ്ധി ആപത്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇനി നിനക്കുള്ള പണി ഞാൻ തന്നോളാം. ജോ, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞു, ഇത്രയൊക്കെ എന്നെ കൊണ്ട് ഷൗട്ട് ചെയ്യിപ്പിക്കാനും കാര്യങ്ങൾ പറയിപ്പിക്കാനും ഒരൊറ്റ കാരണമുള്ളൂ, കുക്കു. നാളെ 6:30 വിവാഹ മുഹൂർത്തം. 6 മണിക്ക് നിന്നെ ഇവിടെ നിന്ന് തുറന്നു വിടും. 6:30 അവിടെ എത്തേണ്ട എല്ലാ ഏർപ്പാടും ചെയ്യും. എന്റെ കുക്കു അത്രമാത്രം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മറ്റവൾക്ക് വേണ്ടി. എന്നെ കണ്ടിട്ടില്ല, ഇവിടെ ആരും എന്നെ കണ്ടിട്ടില്ല. പിന്നെ ഇവരാരെ കുറിച്ച് പറയുന്നേ? താനിത് ഏത് മറ്റവളെ കുറിച്ചാണോ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. നിനക്ക് മറ്റവളും മറിച്ചവളും എന്ന് പറയുമ്പോൾ 5-6 കാണുമായിരിക്കും. കുക്കു അവിടെ നിനക്ക് വേണ്ടി കരഞ്ഞും കണ്ണുനീരും പിടിച്ച് വീട്ടുകാരെ കേത്തിറത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ്. നിനക്ക് മറ്റവളുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ പൊക്കിയത്. നാളെ കൃത്യം തുറന്നു വിടുമ്പോൾ കല്യാണ മണ്ഡപത്തിലേക്ക് തന്നെ വരണം. അല്ലാതെ മറ്റവളെയും മറിച്ചവളെയും കാണാനായിട്ട് എങ്ങാനും ചെന്നാ പൊന്നു മോനെ, താലികെട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു വരവ് വരുന്നുണ്ട് നിന്റെ ജീവൻ എടുക്കാനായിട്ട്. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് കേട്ടോ പോലെയാടി. മതി, എല്ലാവരും ഷട്ടർ താഴ്ത്തിക്കേ. അതെ, ഇനി നമുക്കേ ഈ പൊന്നുമോനെ നാളെ കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും 5:30 എന്നെ എണീറ്റേക്കണേ. 6 മണിക്ക് സാറിനെ ഇവിടെ നിന്ന് റിലീസ് ചെയ്യേണ്ടതാണ്. എത്തിക്കണം, മറ്റവളുടെ അടുത്തൊന്നും പോവാതെ കറക്റ്റ് മേഡത്തിൻ്റെ അടുത്ത് തന്നെ എത്തിക്കണം കേട്ടോ. അവനാണെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കണം. അവന്റെ പുറകിൽ നിന്ന് മനസ്സിലാണോ? അതാവില്ല, അവന് ഇഷ്ടമില്ലെന്നല്ലേ പറഞ്ഞേ. പക്ഷെ ഒരു കോളേജ് ഒരുമിച്ചല്ലേ നടക്കാറ്. മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാനായിട്ട് ജിയോ, നീ ഒരു മാറ്റത്തിലും മറ്റടുത്ത് കളയച്ച് ഞാൻ ഇങ്ങോട്ട് ജീവിക്കും. അങ്ങനെ നമ്മുടെ പാവം പിടിച്ച കുക്കു ഇതൊക്കെ ആലോചിച്ച് പണ്ടാറളകി മട്ടടച്ച് വീഴാനായിട്ട് പോവുകയാണ് ഗൈസ്. നീ എന്താ ഇവിടെ? നിനക്കെങ്ങനെ ഇതിനകത്ത് കയറാൻ പറ്റി? ആരാ ചവി വന്നേ? ഗൈസ് ശ്രദ്ധിച്ചോ, ശങ്കരമാമയുടെ ഒരേ ഒരു മോളാ. എന്തായാലും നിങ്ങളൊക്കെ വിട്ടോ. ഓക്കെ ബോസ്, ഓക്കെ മാഡം, ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ മാരേജ്. വിഷ് യു ഗുഡ് ലക്ക്. മതി ഗണിച്ചത് പോ. അതെ, പാതിരാത്രി സമയത്ത് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന അത്ര നല്ല സ്വഭാവമാണെന്നൊന്നും ഞാൻ പറയില്ല. അതെ, നിന്റെ തന്തയ്ക്കും അണ്ണനും ഒക്കെ അത്യാവശ്യം നല്ല ശത്രുക്കളുണ്ട്. എന്റെ നല്ലതിനു വേണ്ടിയോ എന്റെ ആവശ്യത്തിനോ അല്ല പറയുന്നത്, നിനക്ക് വേണ്ടിയാ ഞാൻ പറയുന്ന. നിനക്കെന്ത് വിട്ടിട്ട് എനിക്കെന്ത് പോകണം? എന്തായാലും പൊന്നുമോൾ അവനവനെ സൂക്ഷിച്ച അവനവന് നല്ലത്. അയ്യോ, ആശാനൊന്നും നല്ല സമയല്ലേ? അതെ, തന്റെ അത്രയും വിവരമില്ലെങ്കിൽ തന്നെയൊക്കെ കുറച്ചെങ്കിലും എനിക്ക് വിവരമുണ്ട്. അതെ, തന്റെ മറ്റവളെ മറിച്ചവളുടെ കഥയൊക്കെ ഞാനങ്ങ് വിശ്വസിച്ചു. ഓഹോ, അത്രമാത്രം മനസ്സിലാക്കാനുള്ള ശേഷി എന്റെ കൊച്ചിനുണ്ടായിരുന്നു. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞില്ലേ, അതിബുദ്ധി കാണിക്കരുതെന്ന്. ഇനിയിപ്പോ എന്തായാലും അവനെ തട്ടില്ല. ഇന്ന് രാവിലെ പറഞ്ഞില്ലേ, എന്റെ മറ്റൊരു സ്വഭാവവും മുഖംമൂടിയും പൊന്നുമോൾ അത്രയ്ക്ക് അങ്ങോട്ടേക്ക് താങ്ങത്തില്ലെന്ന്. എല്ലാവരും കെട്ട് കഴിഞ്ഞിട്ടല്ലേ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നേ. നമുക്കൊരു വെറൈറ്റി പറയാന്നേ, ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് കെട്ടാഘോഷിക്കാം. എന്ത്